നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ അതീവ സങ്കീർണം. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം പുതിയ റെക്കോർഡിലേക്ക്. 35,013 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,38,190 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 3,684 പേർക്ക് പുതുതായി രോഗം. 3,549 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 721 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 666. ജില്ലയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വന്നേക്കും. രോഗവ്യാപനം കൂടുതലുള്ള രാജ്യത്തെ 150 ജില്ലകളിൽ അടച്ചിടൽ വേണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമാണ് മലപ്പുറത്തും ആശങ്കയേറ്റുന്നത്. കോവിഡ് രോഗവ്യാപനം. മംഗലം പഞ്ചായത്തിന് പുറമെ പുറത്തൂരിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വെട്ടം ഡയാലിസിസ് സെന്റർ കോവിഡ് പരിചരണ കേന്ദ്രത്തിനായി വിട്ടുനൽകും. തിരുവനങ്ങാടിയിൽ തകർന്ന പാലങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതീവ രൂക്ഷം. പ്രതിദിന കണക്കുകൾ റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. 35,013 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 1,38,190 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.34 എന്ന പുതിയ റെക്കോർഡ് നിരക്കിലെത്തി. മരണസംഖ്യയും ഉയർന്നു. 41 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 5,211 15,505 പേർ രോഗമുക്തരായി. ഇന്ന് 35,013 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 41 ആയിട്ടുണ്ട്. നടത്തിയ ടെസ്റ്റുകൾ 1,38,190 ആണ്. ചികിത്സയിലുള്ളവര് 2,66,646. ഇപ്പൊ രോഗവ്യാപനം വലിയ തോതിലാണ് ഉണ്ടാകുന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. എറണാകുളത്തെ രോഗികളുടെ എണ്ണം 5,000 കടന്നു കുതിക്കുകയാണ്. 5,287 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 4,317, തൃശൂർ 4,107, മലപ്പുറം 3,684, തിരുവനന്തപുരം 3,210, കോട്ടയം 2,917, ആലപ്പുഴ 2,235, പാലക്കാട് 1,920, കണ്ണൂർ 1,857, കൊല്ലം 1,422, ഇടുക്കി 1,251, പത്തനംതിട്ട 1,202, കാസർഗോഡ് 872, വയനാട് 732 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. 12 ജില്ലകളിലും രോഗികളുടെ എണ്ണം 4 അക്കം കടന്നു എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 24 മണിക്കൂറിനിടെ 1,38,190 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.34 എന്ന പുതിയ ഉയരത്തിലെത്തി. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 41 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണസംഖ്യ 5,211 ദിനം പ്രതി മരണസംഖ്യ ഉയർന്നു വരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ബുധനാഴ്ച രോഗികളായവരിൽ 275 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 32,474 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ബാധിച്ചു. 2,167 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 15,505 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഇതോടെ 2,66,646 പേരാണ് രോഗബാധിതരായി ഇനി ചികിത്സയിലുള്ളത്. 12,23,185 പേർ ഇതുവരെ രോഗമുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 5,51,133 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 5,28,407 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിൽ കഴിയുന്നു. 22,726 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 4,436 പേരെയാണ് ബുധനാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 11 പുതിയ ഹോട്ട്സ്പോട്ടുകളും രൂപപ്പെട്ടു. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 597 ആയി. ജില്ലയിലും രോഗബാധിതരുടെ എണ്ണം ഇതുവരെയുള്ളതിൽ നിന്നും ഉയർന്ന നിരക്കിലാണ്. 3,684 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. സമ്പർക്കത്തിലൂടെ 3,549 പേർക്ക് രോഗം ബാധിച്ചു. 721 പേർ രോഗമുക്തരായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 31.81% ഉയർന്നു. രോഗികളുടെ എണ്ണം കുറവില്ലാത്തതിനാൽ ആരോഗ്യ ജാഗ്രത പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിലും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറവില്ലാതെ തുടരുകയാണ്. ഓരോ ദിവസവും പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. ജില്ലയിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് ബുധനാഴ്ചത്തേത്. പ്രതിദിന രോഗികളുടെ എണ്ണം 3,000-ൽ കൂടുതലായി തന്നെ തുടരുകയാണ്. ബുധനാഴ്ച മാത്രം ജില്ലയിൽ 3,684 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 31.81% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ബുധനാഴ്ച രോഗബാധിതരായവരിൽ അധികം പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം ബാധിച്ചത്. 3,546
149 പേരാണ് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരായത്. 116 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 2 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. വൈറസ് ബാധിതരിൽ 17 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആർക്കും രോഗബാധ കഴിഞ്ഞ 24 മണിക്കൂറിനകം സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുവരെ 666 പേരാണ് ജില്ലയിൽ രോഗബാധിതരായി മരിച്ചത്. അതേസമയം 721 പേർ കൂടി ബുധനാഴ്ച രോഗമുക്തരായി. ഇതുൾപ്പെടെ 1,30,227 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. ജില്ലയിൽ നിലവിൽ 31,942 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 29,111 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 779 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 232 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 357 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നു. ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. രോഗവ്യാപനത്തിന്റെ തോത് ഉയർന്നു നിൽക്കുമ്പോൾ സമ്പർക്കത്തിലൂടെയുള്ള രോഗികൾ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഈ ഘട്ടത്തിൽ ആരോഗ്യ ജാഗ്രത ഉറപ്പാക്കുന്നതിൽ വീഴ്ച പാടില്ലെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീൻ അറിയിച്ചു. സാമൂഹിക അകലം ഉറപ്പാക്കണം. കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൃത്യമായ ഇടവേളകളിൽ ശുചിയാക്കണം. അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത്. പൊതുസമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് സ്വയം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. വീട്ടുമുറ്റങ്ങളെ സമരകേന്ദ്രങ്ങളാക്കി കേന്ദ്ര വാക്സിൻ നയത്തിനെതിരെ കേരളത്തിന്റെ പ്രതിഷേധം ശക്തം. LDFിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ലക്ഷങ്ങൾ പങ്കെടുത്തു. വാക്സിൻ അമിതവില ഈടാക്കി കൊള്ള നടത്താൻ മരുന്ന് കമ്പനികൾക്ക് അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് LDF നേതൃത്വത്തിൽ ഗൃഹാങ്കണ സമരം നടത്തിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം വീടുകളിൽ നടന്നത്. വൈകിട്ട് 5:30 മുതൽ 6:30 വരെ നടന്ന ഗൃഹാങ്കണ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം ജനലക്ഷങ്ങൾ പങ്കാളികളായി. പ്രതിഷേധത്തിൽ വീട്ടുമുറ്റങ്ങളിൽ പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഉയർത്തിയാണ് പ്രവർത്തകരും കുടുംബാംഗങ്ങളും പ്രതിഷേധം അറിയിച്ചത്. കുടുംബാംഗങ്ങളും സമരത്തിന്റെ ഭാഗമായതോടെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ സമരം വേറിട്ട സമരമാർഗമായി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മലപ്പുറം ജില്ലയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വന്നേക്കും. രോഗവ്യാപനം കൂടുതലുള്ള രാജ്യത്തെ 150 ജില്ലകളിൽ അടച്ചിടൽ വേണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമാണ് മലപ്പുറത്തും ആശങ്കയേറ്റുന്നത്. മലപ്പുറം അടക്കം കേരളത്തിലെ മറ്റു ചില ജില്ലകളിലും നിയന്ത്രണം വന്നേക്കും. അതേസമയം സംസ്ഥാനങ്ങളുമായി ആലോചിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂവെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ 150 ജില്ലകളിൽ ലോക്ക്ഡൌൺ വന്നേക്കുമെന്നാണ് സൂചന. മലപ്പുറം ജില്ലയും ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്ന സാഹചര്യത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലുള്ള 150ഓളം ജില്ലകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിലെ 12 ജില്ലകളും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.88%. 15% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുള്ള ജില്ലകളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുകയാണെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കേരളത്തിലെ മറ്റു പല ജില്ലകളിലും ലോക്ക്ഡൌൺ വന്നേക്കും. സംസ്ഥാനത്തെ ആകെ പോസിറ്റിവിറ്റി നിരക്ക് 23.24%. അതേസമയം അവശ്യ സർവീസുകൾക്കടക്കം ഇളവ് നൽകിയായിരിക്കും ലോക്ക്ഡൌൺ എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. സംസ്ഥാനങ്ങളുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുക. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് കേന്ദ്രത്തിലെ മറ്റു വകുപ്പുകൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനങ്ങളുമായുള്ള ചർച്ചകളിലേക്ക് കേന്ദ്രം കടക്കുന്നത്. അതേസമയം കേരളത്തിൽ ലോക്ക്ഡൌൺ ഒഴിവാക്കണമെങ്കിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിനായി പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നതിന് പോലീസിന് നിർദ്ദേശവും നൽകി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. വെറുതെ കറങ്ങണ്ട, പിടിവീടും. നഗരത്തിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പരിശോധന കർശനമാക്കിയതായും തിരൂർ ഡിവൈഎസ്പി കെ സുരേഷ് ബാബു അറിയിച്ചു. തിരൂർ നഗരത്തിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും അത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും തിരൂർ ഡിവൈഎസ്പി സുരേഷ് ബാബു പറഞ്ഞു. നിസ്സാര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നത് മൂലം തിരൂരിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. സമീപ പ്രദേശങ്ങളിലെല്ലാം ബാരിക്കേഡ് വെച്ച് വാഹന പരിശോധന ഇന്നു മുതൽ കർശനമാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ മലപ്പുറത്ത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാഹന പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രത്യേകിച്ച് തിരൂർ ടൗൺ പ്രദേശങ്ങളിൽ 144 പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം ബാരിക്കേഡ് വെച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങൾ പരിശോധിക്കാൻ തുടങ്ങുകയാണ്.
നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അനാവശ്യമായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി വാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്കെതിരെ ഘടകപ്രകാരമുള്ള നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴും വൻതോതിലുള്ള ട്രാഫിക്കാണ് ഇപ്പോൾ നമ്മൾ തിരൂർ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ഒരുപാട് പേര് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പരമാവധി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന ഒരുപാട് പേരെ ഞങ്ങൾ വാഹന പരിശോധനയിടയിൽ കണ്ടെത്തുന്നുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇന്നു മുതൽ തിരൂരിൻ്റെയും മറ്റു പരിസര പ്രദേശങ്ങളിലുമുള്ള പഞ്ചായത്തുകളിലും ബാരിക്കേഡ് വെച്ചുകൊണ്ട് പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ശക്തമായ പരിശോധന സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ വരുന്ന എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വോട്ടെണ്ണൽ ദിവസം ആഹ്ലാദ പ്രകടനം നിരോധിച്ചിട്ടുണ്ട്. ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വരുന്ന ഇലക്ഷൻ ഡിക്ലറേഷൻ ഡേ അന്ന് ഒരു ആളെ പോലും പൊതുജനങ്ങളെ റോട്ടിൽ ഇറക്കുവാൻ പോലീസ് സമ്മതിക്കില്ല. അവർക്കെതിരെ അങ്ങനെ ഇറങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കും. ഡിക്ലറേഷന് ശേഷം ഒരു ആഹ്ലാദ പ്രകടനവും അനുവദിക്കില്ല. മധുര പലഹാര വിതരണം അതുപോലെ തന്നെ ഒരു പരിപാടിയും സമ്മതിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം നിരോധിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപ്രകാരമുള്ള ശക്തമായ നടപടി ഉണ്ടാവും. ഡിക്ലറേഷൻ ഡേ സൺഡേ ആണ്. കഴിഞ്ഞ സൺഡേയിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കർശനമായ നടപടികളാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ആയതുപ്രകാരം എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ റിസൾട്ട് അറിയണം. അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അത് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും പുറത്തിറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതാണ്, നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. CITP ഫർഷാദിന്റെ നേതൃത്വത്തിൽ BP അങ്ങാടി ജംഗ്ഷനിൽ വാഹന പരിശോധനയിൽ നിരവധി വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തി. മലപ്പുറത്തെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റ് ലഭ്യമല്ല. ഇതോടെ ജില്ലയിലെ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ പ്രതിസന്ധിയിലായി. മലപ്പുറം ജില്ലയിലെ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാത്തതാണ് പ്രതിസന്ധിയിലാക്കുന്നത്. അതിനിടെ 18 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിൻ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. കോവിഡ് വാക്സിൻ എടുക്കാനായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വെബ്സൈറ്റിൽ മലപ്പുറം ജില്ലയിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനാകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കോവിഡ് രോഗികൾ ഏറെയുള്ള മലപ്പുറം ജില്ലയ്ക്ക് പുറമെ എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും വാക്സിൻ കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് കോവിൻ വെബ്സൈറ്റിലും ആരോഗ്യ സേതു മൊബൈൽ ആപ്പിലും ലഭ്യമല്ല. മൊബൈൽ നമ്പറും ആധാർ വിവരങ്ങളും നൽകി രജിസ്റ്റർ ചെയ്യുന്നതോടെ വാക്സിൻ കേന്ദ്രങ്ങളും സമയവും മുൻകൂട്ടി തിരഞ്ഞെടുക്കാനാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. രാവിലെ 9 മുതൽ 11 വരെ, പിന്നീട് 11 മുതൽ 1 വരെ, 1 മുതൽ 3 വരെ, 3 മുതൽ 6 വരെ എന്നിങ്ങനെ 4 സമയക്രമങ്ങളാണ് ഉണ്ടാവുക. തൊട്ടടുത്ത വാക്സിൻ കേന്ദ്രം കണ്ടെത്താനുള്ള ഓപ്ഷൻ നൽകിയാൽ മലപ്പുറത്തെ ഒരു കേന്ദ്രം പോലും കാണാനില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വകാര്യ ആശുപത്രികൾ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചൊവ്വാഴ്ച മുതൽ ആ സൗകര്യവും ലഭ്യമല്ല. വാക്സിന്റെ കടുത്ത ക്ഷാമം മൂലം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് തടയിട്ടതാണ് ഈ പ്രതിസന്ധിക്കു കാരണം. മറ്റു പല ജില്ലകളിലും മുൻകൂട്ടി കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനാകുന്നുമുണ്ട്. സമീപ ജില്ലകളിൽ പാലക്കാടാണ് കൂടുതൽ വാക്സിൻ ഉള്ളത്. കോഴിക്കോട് 2 വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും വാക്സിൻ തീരെ കുറവാണ്. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള എറണാകുളത്തും മലപ്പുറത്തിന് സമാനമായ സ്ഥിതിയാണ്. 2ാം ഡോസ് സ്വീകരിക്കേണ്ടവരും വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഇവർക്കും ബുക്ക് ചെയ്യാനാകുന്നില്ല. ഇതോടെ 2ാം വാക്സിന് ഇന്ന് ലഭിക്കുമെന്നറിയാതെ ആശങ്കയിലാണ് ജനങ്ങൾ. വയസ്സിലെ പൊരുത്തക്കേട് 2 തവണ കോവിഡ് ടെസ്റ്റ് നടത്തിയ അധ്യാപകന് ലഭിച്ചത് വ്യത്യസ്ത റിസൾട്ട്. ഒഡൂർ സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകനാണ് വ്യത്യസ്ത റിസൾട്ട് ലഭിച്ചത്. കഴിഞ്ഞ മാസം 17 കോയമ്പത്തൂരിലെ ഗംഗാ ആശുപത്രിയിൽ നിന്ന് മേജർ ഓപ്പറേഷന് വിധേയനായ ഇദ്ദേഹത്തിന് തുടർ ചികിത്സയ്ക്ക് 24-ന് പോകാനിരിക്കെയാണ് കോവിഡ് ടെസ്റ്റിന് വിധേയനായത്. വളവന്നൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് വന്ന റിസൾട്ടിൽ തൻ്റെയും മകൻ്റെയും വയസ്സിൽ വലിയ മാറ്റം വന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് തൊട്ടടുത്ത കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും ടെസ്റ്റ് നടത്തിയത്. 2 ടെസ്റ്റിൽ നിന്ന് വന്ന റിസൾട്ട് വ്യത്യസ്തമായിരുന്നുവെന്ന് അധ്യാപകൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 17-ാം തീയതി ഒരു ഓപ്പറേഷന് വിധേയനായിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്തത് കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തത്. 17-ാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്തത്. 24-ാം തീയതി ഞാനിവിടെ തിരിച്ചെത്തി വീട്ടിൽ തന്നെ ഇരിക്കണം. ഒരു മേജർ ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഈ 24-ാം തീയതി, ഏപ്രിൽ 24-ാം തീയതിയാണ് രണ്ടാമത് ചെക്കപ്പിന് വേണ്ടി പോകേണ്ടത്. ആ ചെക്കപ്പിന് പോകുന്നതിൻ്റെ മുന്നേറ്റ് ഞാൻ ഈ RT-PCR ടെസ്റ്റ് ഒന്ന് നടത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വളവന്നൂർ ആയുർവേദ ഇതുണ്ടല്ലോ, വളവന്നൂർ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട്
അവിടുന്ന് ഞാൻ ചെയ്തു. ഞാൻ എൻ്റെ കൂടെ എൻ്റെ മകനും ഉണ്ട്, അവനും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പോകുമ്പോൾ മരുമകളി ഒന്ന് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ 3 ആളും കൂടിയാണ് പോയത്. അവിടെ പോയി ഒരു 12 മണി കഴിഞ്ഞ് 12:30 ആകുമ്പോഴാണ് ടെസ്റ്റ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് 23-ാം തീയതി 3 മണിക്ക് ശേഷമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. 3 മണിക്ക് ശേഷം റിസൾട്ട് കിട്ടി. ഞങ്ങൾ നോക്കുമ്പോൾ എനിക്ക് 24-ാം തീയതി രാവിലെ 6 മണിക്ക് ശേഷം പോകും വേണം. അപ്പോൾ ആ റിസൾട്ടിൽ നോക്കുന്ന സമയത്ത് അതിൽ പോസിറ്റീവാണ് കാണുന്നത്. അത് മാത്രമല്ല, അതിലിപ്പോൾ എനിക്ക് സംശയം തോന്നിയത് എനിക്ക് 71 വയസ്സായിരിക്കണം. എൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ 36 വയസ്സായിരിക്കണം. 71 വയസ്സുള്ള എനിക്ക് 56 വയസ്സും മകന് 53 വയസ്സുമായിട്ടുള്ളത്. മരുമകൾക്ക് മകൻ്റെ ഭാര്യയ്ക്ക് അവൾക്ക് നെഗറ്റീവാണ്. അവളെ വയസ്സ് 31 വയസ്സുള്ള ആൾക്ക് 36 വയസ്സ്. ബന്ധപ്പെട്ടവരുടെ അശ്രദ്ധ മൂലം സമാന സംഭവങ്ങൾ ഇനിയും സംഭവിക്കാൻ പാടില്ലെന്നാണ് അധ്യാപകൻ പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, ഞാനതായതുകൊണ്ട് ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നോക്കിയതുകൊണ്ട് എനിക്കിത് മനസ്സിലായി. എത്ര ആൾക്കാർ ഇത് കിട്ടിയതോട് കൂടിയിട്ട് പേടിച്ചിട്ട് അവർ പോസിറ്റീവ് എന്നുള്ള നിലയ്ക്ക് പല ആൾക്കാരും ജീവൻ തന്നെ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടാവും. കാരണം ഇത് ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഈ അശ്രദ്ധ കൊണ്ടാണത് പറ്റുന്നത്. അത് മര്യാദ വഴിക്ക് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇത് വരുന്നില്ല. ഇതിപ്പോൾ ഞാനായതുകൊണ്ട് നോക്കി. അത് മാത്രമല്ല, എനിക്കിത് വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം എന്നെ അറിയുന്ന ആൾക്കാരാണ്. ഞാനൊരു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതുകൊണ്ട് എന്നെ എല്ലാവരും അറിയും. പിന്നെ ഞങ്ങളെ യൂണിയൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഇടപെടുന്ന ആളാണ്. എന്നെ ഇങ്ങനെ വിളിക്കും, നിങ്ങൾ മാസ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞല്ലോ, അതിൽ കണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് ഇവർ ലീസ്റ്റിൽ വരെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് പോകില്ല. എൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവൻ എറണാകുളത്ത് നിന്ന് വന്നിട്ട് വീട്ടിലിരുന്ന് അവൻ പുറത്തേക്ക് പോകുന്നില്ല. അവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മകനും ഭാര്യയും ഞാനും കൂടി പോയാൽ അവളൊക്കെ എന്തുകൊണ്ട് നെഗറ്റീവ് ആയി? അങ്ങനെയാണെന്ന് നോക്കണ്ടേ. ഇന്നത്തെ ദിവസം വരെ എനിക്ക് ഒരു അസുഖം എനിക്ക് വന്നിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒരാളെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അവരൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് അറിയാം ഞാനിങ്ങനെ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഈ വിവരങ്ങൾ ഇത് അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇതൊരു മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിതിൻ്റെ പിന്നിൽ ഇത് എഴുത്തുകൂത്ത് നടത്തിയത്. അതിൻ്റെ 2 റെക്കോർഡും രേഖകളും ഞാൻ നിങ്ങൾക്ക് തരാം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ജാഗ്രതാ പോർട്ടൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 3 ഷിഫ്റ്റുകളായാണ് പ്രവർത്തനം. രാവിലെ 8 മണി മുതലാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ജാഗ്രതാ പോർട്ടൽ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെ, 3 മുതൽ രാത്രി 10 വരെ, 10 മുതൽ രാവിലെ 8 വരെ, ഇങ്ങനെ 3 ഷിഫ്റ്റുകളായാണ് പ്രവർത്തനം. കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. രാത്രി 10 മണി മുതൽ വരുന്ന ട്രെയിനിലാണ് അന്യസംസ്ഥാനക്കാരുടെ തിരക്ക് അനുഭവപ്പെടുക. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ ജബ്ബാർ, പ്രീതി എം രാജ്, ജിജി എം നബീല MP എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. വെട്ടം ഡയാലിസിസ് സെന്റർ കോവിഡ് പരിചരണ കേന്ദ്രത്തിനായി വിട്ടുനൽകും. മെഡിക്കൽ ഓഫീസർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കോവിഡ് വ്യാപനം തീവ്രമായ സാഹചര്യത്തിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വെട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററിൽ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങുമെന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ പറഞ്ഞു. വെട്ടം CHCയിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരംഭിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വെട്ടം മെഡിക്കൽ ഓഫീസറുടെയും ആരോഗ്യ മേഖലയിലെ പ്രധാന ജീവനക്കാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും യോഗം രാവിലെ ചേർന്നിരുന്നു. BDO ഉൾപ്പെടെയുള്ള ആളുകൾ യോഗത്തിലുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് മെഡിക്കൽ എക്യുപ്മെൻസും ആവശ്യമായ മരുന്നുകളും എല്ലാം വാങ്ങുന്നതിന് അടിയന്തര പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിന് മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി, കോവിഡ് ആശുപത്രി ആയിട്ട് കോവിഡ് ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള കേന്ദ്രമായി ഒരു കേന്ദ്രം തുടങ്ങുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റിൻ്റെ കെട്ടിടം വിട്ടു നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിൽ അടിയന്തരമായി വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അടിയന്തര കണക്ഷൻ എടുക്കാൻ, ഇന്ന് തന്നെ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി BDOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം പറഞ്ഞു. ഈ ഇപ്പോഴുള്ള വൈറസിൻ്റെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ചുകൂടി ഗുരുതരമായ, എളുപ്പത്തിൽ പടരുന്ന വൈറസും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു രോഗികൾക്ക് എന്നതും നമുക്കറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ ഓക്സിജൻ്റെ ലഭ്യത ഉൾപ്പെടെ ആവശ്യമുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ
വളരെ ഗുരുതരമായ രോഗികളെ സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള ഉയർന്ന ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ജില്ലാ ആശുപത്രിയിൽ പോലും അതിന് വലിയ സൗകര്യങ്ങളില്ല. എന്നാൽ വളരെ അതിഗുരുതരമല്ലാത്ത രോഗികൾ ഡോക്ടർമാരുടെയും നേഴ്സിംഗ് സ്റ്റാഫിൻ്റെയും കെയർ ആവശ്യമുള്ള രോഗികൾ എന്ന് പറഞ്ഞാൽ അതിഗുരുതരമല്ല, എന്നാൽ അവർക്ക് എന്താവശ്യമാണ്, ഗുരുതരാവസ്ഥയിലേക്ക് അവർ നീങ്ങാം. കൃത്യമായ പരിചരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങാം. അത്തരം രോഗികളെ ഡോക്ടർമാരുടെയും അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സാമീപ്യം അല്ലെങ്കിൽ അവർ ചികിത്സക്ക് അവരുടെ സഹായം ആവശ്യമുള്ള രോഗികളെ ചികിത്സിക്കുന്ന രൂപത്തിലേക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ നമ്മൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. വെട്ടമംഗലം, പുറത്തൂർ, തിരുനാവായ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ നിലവിൽ വന്നിട്ടുണ്ട്. 4 പഞ്ചായത്തുകളിലായി 1000-ലധികം കോവിഡ് ബാധിതരാണുള്ളത്. ഇതിന് ആവശ്യമായ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ശുചീകരണ തൊഴിലാളികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹായം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സ്, ശുചീകരണ തൊഴിലാളികൾ എന്നിവരെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ദിവസക്കൂലി അടിസ്ഥാനത്തിൽ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്ന തിങ്കളാഴ്ച അവിടെ വെട്ടം CHSയിൽ തിങ്കളാഴ്ച 11 മണിക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തയ്യാറുള്ള ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സ്, ശുചീകരണ തൊഴിലാളികൾ അവർ അപേക്ഷിച്ചു കഴിഞ്ഞാൽ സർക്കാർ നിരക്കിലുള്ള വേതനം അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്നതാണ്. വാണിയന്നൂർ ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തി ചെറിയവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ ഉദ്ഘാടനം ചെയ്തു. വാണിയന്നൂർ ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ജില്ലാ യുവജന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തിയ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ചെറിയവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ നിർവഹിച്ചു. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ IV സമദ, ക്ലബ് സെക്രട്ടറി സി നാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഉതകും വിധം മഴക്കാലത്തിന് മുന്നോടിയായി കുളങ്ങളും തോടുകളും വൃത്തിയാക്കി ഒഴുക്ക് സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇത്തരത്തിലുള്ള ശുചീകരണത്തിന് ആഹ്വാനം ചെയ്തത്. KP റിഫായി, KP സൽമാൻ, E ബിഷാർ, K ഷിബിലി, KP ഫദലു എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. തിരൂരങ്ങാടിയിൽ തകർന്ന ഓവുപാലങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. 5 ഓവുപാലങ്ങളാണ് പൊളിച്ചു നീക്കാൻ ശുപാർശ ചെയ്യുന്നത്. തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലാണ് ഓവുപാലം തകർന്ന് അപകടാവസ്ഥയിലായിരിക്കുന്നത്. തിരൂരങ്ങാടി ചെറുമുക്ക് കാടാംകുന്ന് റോഡ്, ചെറുമുക്ക് പള്ളിക്കത്താഴം എന്നീ ഭാഗങ്ങളിലാണ് ഓവുപാലങ്ങൾ തകർന്ന് ഏതു നിമിഷവും അപകടമുണ്ടാകാവുന്ന സ്ഥിതിയിലുള്ളത്. ചെറുമുക്കിലെ സന്നദ്ധ സംഘടനയായ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ നിവേദനം നൽകിയതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ഓവുപാലങ്ങൾ സന്ദർശിച്ച് അപകടസ്ഥിതി വിലയിരുത്തിയത്. പൊതുമരാമത്ത് റോഡ് വിഭാഗം എഞ്ചിനീയർ സിദ്ദീഖ്, ഓവർസിയർ C സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ചെറുമുക്ക് പള്ളിക്കത്താഴം ഭാഗത്ത് 3 ഓവുപാലങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം പൂർണ്ണമായും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ചെറുമുക്ക് കാടാംകുന്ന് റോഡിൽ 4 ഓവുപാലവും പൂർണ്ണമായും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണം. എല്ലാ ഓവുപാലങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പിന് സമർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റോഡിന്റെ ഉയരം കുറവായതിനാൽ വർഷക്കാലത്ത് വെള്ളം കയറുന്നത് പതിവാണ്. ഇതാണ് ഓവുപാലത്തിന്റെ ബലം കുറയുന്നതിനുള്ള കാരണം. പള്ളിക്കത്താഴം റോഡിന് 35 വർഷത്തിലധികവും കാടാംകുന്ന് റോഡിന് 40 വർഷത്തിലധികവും പഴക്കമുണ്ട്. തിരൂരിൽ നിന്നും തിരൂരങ്ങാടി വഴി ചെമ്മാട് ഭാഗത്തേക്ക് നിരവധി ബസ്സുകളും ട്രിപ്പർ ലോറി മുതലായ വാഹനങ്ങളും ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നുണ്ട്. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, ട്രഷറർ കാമ്പ്ര ഹനീഫ ഹാജി, തട്ടരാട്ടിൽ ലത്തീഫ് ഹാജി, PK ഇസ്മായിൽ, KK അൻവർ, പരിസരവാസികളായ ചോലയിൽ ഹംസ, മുഹമ്മദ് അലി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 3 കൾവർട്ടുകളിൽ 1 പൊളിച്ചു നീക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. മറ്റ് 2 റിപ്പയർ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള എസ്റ്റിമേറ്റ് അടിയന്തരമായി സമർപ്പിച്ച് ഫണ്ട് ലഭിക്കുന്ന മുറക്ക് അത് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സെക്ഷൻ്റെ ഭാഗത്തുനിന്നും നടത്തുന്നതാണ്. ഒരു ഇടവേള. വെട്ടം പഞ്ചായത്തിൽ അനാവശ്യമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെ പിടികൂടാൻ CITP ഫർഷാദിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന കർശനമാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ നിരവധി വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തി.
വെട്ടം പരിയാപുരത്ത് ബാരിക്കേഡ് വെച്ച് വാഹനങ്ങൾ തടഞ്ഞാണ് പരിശോധന നടത്തിയത്. രാവിലെ ആരംഭിച്ച പരിശോധന മണിക്കൂറോളം നീണ്ടു. നിരവധി വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തിയതായും നിർദ്ദേശങ്ങൾ നൽകിയതായും CI പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ 50ഓളം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച തെരുവ് കച്ചവടക്കാർക്കെതിരെയും അതിൽ 5ൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. 60 വയസ്സുമായ ആൾക്കാരെ ദയവ് ചെയ്ത് പുറത്തിറങ്ങി മനസ്സിലായോ? കുട്ടികൾക്ക് കൂടെ സാധനങ്ങൾ വാങ്ങിക്കലൊക്കെ കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലായി കേട്ടോ. എത്ര വയസ്സായി? 60 വയസ്സ് കഴിഞ്ഞവർക്കും 10 വയസ്സിന് താഴെയുള്ളവർ നന്നായി അവിടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ. 300ഓളം കോവിഡ് ബാധിതരാണ് പഞ്ചായത്തിലുള്ളത്. കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ വെള്ളിയാഴ്ച മുതൽ പഞ്ചായത്തിൽ നിരോധനാജ്ഞ നിലവിൽ വന്നിരുന്നു. മഴയെത്തും മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് DYFI പുറത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ നിർവഹിച്ചു. ഇനിയൊരു മഴക്കാല രോഗം കൂടി താങ്ങാൻ നമ്മുടെ നാടിനാവില്ല, നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകാം എന്ന പ്രമേയമുയർത്തി മഴയെത്തും മുമ്പേ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് DYFI തുടക്കമിട്ടു. DYFI പുറത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ആശുപത്രിപ്പടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പരിസരത്ത് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി രമേശ് KP, മേഖലാ ട്രഷറർ V ഷിജിത്ത്, സന്ദീപ് തൃത്തല്ലൂർ, പ്രണവ് ആശുപത്രിപ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി തിരൂർ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിൽ നടന്ന നറുക്കെടുപ്പിൽ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു. LG ബെസ്റ്റ് ഷോപ്പ് തിരൂരുമായി ചേർന്നാണ് എല്ലാ മാസവും ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ K മുത്തുക്കോയത്തങ്ങൾ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു. തിരൂരിലെ പ്രമുഖ സ്വർണ്ണാഭരണശാലയായ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിലെ മാസാന്ത ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തു. LG ബെസ്റ്റ് ഷോപ്പുമായി ചേർന്നാണ് എല്ലാ മാസവും ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കുന്നത്. ആസാദ് ഗോൾഡിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ K മുത്തുക്കോയത്തങ്ങൾ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തു. വാണിയന്നൂർ സ്വദേശി മുണ്ടേക്കാട്ട് ഫെമിനിയാണ് നറുക്കെടുപ്പിലെ വിജയി. നമസ്കാരം. ഇന്നിവിടെ ഫസ്റ്റ് നറുക്കെടുപ്പാണ് നടന്നിട്ടുള്ളത്. LGയും ആസാദ് ഗോൾഡും കൂടി സംയുക്തമായി നടത്തുന്ന മാസാന്തമുള്ള നറുക്കെടുപ്പാണ് നടന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വാണിയന്നൂരുള്ള ഫെമിന എന്ന് പറഞ്ഞ കസ്റ്റമർക്കാണ് അത് പ്രൈസ് അടിച്ചിട്ടുണ്ട്. ആസാദ് ഗോൾഡും അതുപോലെ തന്നെ LGയും സംയുക്തമായി കഴിഞ്ഞ ഒരു മാസമായി ഫസ്റ്റ് നറുക്കെടുപ്പാണ് ഇപ്പോൾ നറുക്കെടുപ്പ് നടന്നത്. ഏറ്റവും വില കുറവോടെ സാധനങ്ങൾ കൊടുക്കുന്നതിന് ഉപരി അതിൻ്റെ കൂടെ കസ്റ്റമർക്ക് ഒരു സമ്മാനവും കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആസാദ് ഗോൾഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാസാന്തം നറുക്കെടുപ്പിൽ LGയും സംയുക്തമായിട്ടാണ് സമ്മാനമുള്ളത്. അതുപോലെ തന്നെ ഓരോ 3 മാസം കൂടുമ്പോൾ പിന്നെ സ്കൂട്ടറും അതുപോലെ തന്നെ ബമ്പറായിട്ട് മാരുതി സ്വിഫ്റ്റ് കാറുമാണ് ആസാദ് ഗോൾഡ് നൽകുന്നുള്ളത്. പിന്നെ ഈ റംസാൻ മാസത്തിലെ പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസത്തിലെ നോമ്പുകാലമാണ് മുന്നോട്ടുള്ളത്. കോവിഡ് ഏറ്റവും ഭയാശങ്കയോടെ ഇന്ത്യയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ഇവിടെ ഷോപ്പിങ്ങിന് അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ ഹബീബ് തങ്ങൾ, ജനറൽ മാനേജർ ഷഫീഖ് തങ്ങൾ, മാർക്കറ്റിംഗ് മാനേജർ ഷഹബ് കൈനിക്കര, LG ബെസ്റ്റ് ഷോപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷബീബ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാക്സിൻ ഔദാര്യമല്ല അവകാശമാണെന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി തിരു ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ആരോഗ്യ നയത്തിനെതിരെ വാക്സിൻ ഔദാര്യമല്ല അവകാശമാണെന്ന പ്രമേയമുയർത്തി മുസ്ലിം യൂത്ത് ലീഗ് തിരു മുനിസിപ്പൽ കമ്മിറ്റി തിരു ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തി. കോവിഡ് വാക്സിൻ പണം ഈടാക്കി, നരച്ചു വിൽക്കാൻ കാശാക്കാൻ നാണമില്ലേ നരേന്ദ്രമോദി. ജില്ലാ പഞ്ചായത്ത് അംഗം AP സബാഹ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ വസൂരി പോലത്തെ രോഗങ്ങൾ പിടിപെട്ട സാഹചര്യങ്ങളിൽ ബഹുമാന്യ ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ സ്വീകരിച്ചൊരു നിലപാടുണ്ടായിരുന്നു. അത്രയും മാരകമായ രോഗങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് അതുപോലെ എടുത്ത നിലപാടുകളുടെ ഭാഗമായിട്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ
വാക്സിനുകളും അതുപോലത്തെ കുത്തിവയ്പ്പുകളൊക്കെ സൗജന്യമായി നൽകപ്പെട്ട ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഭിന്നമായിക്കൊണ്ട് ഈ രൂപത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറമാണ് ഇന്ന് ഓക്സിജൻ ലഭ്യമല്ലാത്ത ഒരവസ്ഥയും രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിലൊക്കെ ഇതിനൊക്കെ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതിന് പകരം ഇത് കൊണ്ടുവരുന്ന മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ ചോർത്ത് നൽകരുത് എന്നുള്ള നിലപാടുകളുമായിട്ടാണ് യു.പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. കെ റിയാസ്, ഹസീം ചമ്ര, അൻവർ പാറയിൽ, ടി ബാബു, അലിയഷ്കർ അന്നര, കെ അഫ്സൽ, പി മജീദ്, ആഷിഖ് മരക്കാർ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. പ്രാണവായു ആയിട്ടുള്ള ഓക്സിജൻ നൽകാതെ പണ്ട് കഫീൽ ഖാൻ എന്നൊരു ഡോക്ടർ ഉത്തർപ്രദേശിലെ 23 കുട്ടികൾ മരിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വർഷങ്ങളോളം അദ്ദേഹം ജയിലിലടച്ച സംഭവം പോലും എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് അതേ ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഓക്സിജൻ കിട്ടാതെ മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ നാട്ടിലെ ഭരണകർത്താക്കന്മാരുടെ ശ്രദ്ധയില്ലായ്മയാണെന്നാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെട്ടം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന കോവിഡ് പരിചരണ കേന്ദ്രത്തിലേക്ക് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ശുചീകരണ ജീവനക്കാരുടെയും ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ 2021 മെയ് 3 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് വെട്ടം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അറിയിച്ചു. കോവിഡ് ബാധിച്ച് തിരൂർ സ്വദേശി ഒമാനിൽ മരിച്ചു. തിരൂർ മാങ്ങാട്ടിരി കപ്പൽപ്പടിക്കൽ ദേവദാസാണ് മരണപ്പെട്ടത്. 55 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. മൃതദേഹം ഒമാനിൽ സംസ്കരിച്ചു. ശോഭനയാണ് ഭാര്യ. നിമ്മി, വിന്നി, അനു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ അതീവ സങ്കീർണം. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം പുതിയ റെക്കോർഡിലേക്ക്. 35,013 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,38,190 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 3,684 പേർക്ക് പുതുതായി രോഗം. 3,549 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 721 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 666. ജില്ലയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വന്നേക്കും. രോഗവ്യാപനം കൂടുതലുള്ള രാജ്യത്തെ 150 ജില്ലകളിൽ അടച്ചിടൽ വേണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമാണ് മലപ്പുറത്തും ആശങ്കയേറ്റുന്നത്. കോവിഡ് രോഗവ്യാപനം. മംഗലം പഞ്ചായത്തിന് പുറമെ പുറത്തൂരിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വെട്ടം ഡയാലിസിസ് സെന്റർ കോവിഡ് പരിചരണ കേന്ദ്രത്തിനായി വിട്ടുനൽകും. തിരുവരങ്ങാടിയിൽ തകർന്ന ഊപാലങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.